നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മുസ്ലിം ലീഗിലെ യുവനേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടുമായി സമസ്ത ഇ.കെ. വിഭാഗം രംഗത്ത്. യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ പി.കെ. ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ലീഗ് നേതൃത്വത്തോട് നേരത്തെ ആവശ്യപ്പെട്ട സമസ്ത നേതാക്കളാണ് പരസ്യപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. മായിൻ ഹാജി അടക്കമുള്ള ചില നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന സമസ്തയുടെ ആവശ്യം മുസ്ലിം ലീഗ് നേതൃത്വം തള്ളിയിരുന്നു. ഇതോടെയാണ് സമസ്തയിലെ യുവജന വിഭാഗം നിലപാട് ശക്തമാക്കിയത്. നേരത്തെ തന്നെ ശത്രു പട്ടികയിൽ സമസ്തയിലെ യുവജന വിഭാഗം മുദ്രകുത്തിയിരുന്ന പി.കെ. ഫിറോസിനെയും ടി.പി. അഷ്റഫ് അലിയെയും നിലക്ക് നിർത്തുമെന്നാണ് നേതാക്കളുടെ പുതിയ പ്രഖ്യാപനം. സമസ്ത സംഘടിപ്പിച്ച ശംസുൽ ഉലമ അനുസ്മരണ ചടങ്ങ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മടങ്ങിയ ശേഷമായിരുന്നു SYS സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗിലെ യുവനേതാക്കളെ വിമർശിച്ച് രംഗത്തെത്തിയത്. സ്കൂൾ ക്ലാസ് റൂമുകളിലും കോളേജ് ക്ലാസ് റൂമുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരിക്കട്ടെ എന്ന് മാത്രമല്ല, എന്തിനാണ് നമ്മൾ അറച്ചു നിൽക്കുന്നത്? JNU പോലുള്ള ഡൽഹിയിലുള്ള സർവകലാശാലകളിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ തങ്ങാനും താമസിക്കാനും പോലും സൗകര്യം നൽകുന്നുണ്ട്. ഈ തരത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ബലാത്സംഗ ശ്രമം തടയണമെന്നാണ് എന്റെ അഭിപ്രായമെന്ന് നേതൃസ്ഥാനം ഇരിക്കുന്ന ചില ആളുകൾ പച്ചയായി പറയുന്നു, വാർത്തയിൽ വരുന്നു. ഇത്തരം അഭിനവ ശരീഅത്ത് വിരോധികളെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകളെ നിലക്ക് നിർത്തേണ്ട സമയത്ത് നിലക്ക് നിർത്താൻ സുന്നി മക്കൾക്ക് സാധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. സമസ്തയുടെ എതിർപ്പ് മൂലമാണ് ഫിറോസിന് സീറ്റ് ലഭിക്കാത്തതെന്നും സമസ്തയിലെ യുവനേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പർദ്ദ, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിലെ നിലപാടിന്റെ പേരിലാണ് ഫിറോസിനും അഷ്റഫ് അലിക്കുമെതിരെ സമസ്തയിലെ പരസ്യ നീക്കം. അതേസമയം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും സമസ്തയ്ക്കുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.